പത്തനംതിട്ടയിലെ ജീവമാത കാരുണ്യഭവൻ. കാരുണ്യഭവനിലെ ഇപ്പോഴത്തെ ഇരയാക്കപ്പെട്ട കുട്ടി, അപ്പം അവളുടെ കാര്യം ചോദിച്ചുകൊണ്ട് കുറേയധികം പേരുടെ കമൻസ് കണ്ടു. അതിനൊരു മറുപടിയും അക്കൂടെ ഇപ്പോൾ അവിടുന്ന് കൊണ്ടുപോയ കുട്ടികളുടെ അവസ്ഥയും അത് എനിക്ക് മനസ്സിലായി. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുന്നതേ ഉള്ളൂ. ആ കുട്ടികൾ എവിടെ എത്തി എന്താണെന്നുള്ള സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് എത്തിയത് അറിഞ്ഞിട്ടുണ്ട്. അതിൽ 7 കുട്ടികൾ പോയത് ഒരിടത്തേക്കാണ്. അവിടെ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വളരെ സ്വസ്ഥമായി സന്തോഷത്തോടു കൂടി കുട്ടികൾ അവിടെ ഉണ്ട്, സൗഖ്യമായിട്ടിരിക്കുന്നു. അവർക്ക് അടുക്കളയിലൊക്കെ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിൽ ആ കുട്ടികൾ സംസാരിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഇഷ്യൂ എത്രത്തോളം സിവിയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾ സേഫാണ്, സേഫ് കസ്റ്റഡിയിലാണ്. പിന്നെ അവിടുത്തെ മരുമോൻ ചാടി വീഴുന്നുണ്ട്, യൂട്യൂബേഴ്സിനെയൊക്കെ തൊലിക്കും വലിക്കും എന്നൊക്കെയാണ് കമൻസൊക്കെ. ഏതുവേ അതൊക്കെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഓർക്കണ്ട. അങ്ങ് താജ്മഹലിൽ പോയി കയറുമ്പോൾ അവിടെ ഒരു കുഞ്ഞു വാതിലാണ്, അതുകൊണ്ട് ഇവിടുന്ന് കുഞ്ഞു പോകണമെന്നല്ലല്ലോ, അവിടെ ചെന്നപ്പോൾ കുഞ്ഞാൽ പോരെ, അത് മതി, നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ വിഷയം ഒന്ന് പാസ് ചെയ്തു എന്നേ ഉള്ളൂ. സന്തോഷ വാർത്ത, കുട്ടികൾ സേഫ് കസ്റ്റഡിയിലേക്കായി. പല രീതിയിലുള്ള ഗോസിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്, വളരെ സന്തോഷം. അതും കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം, അതായത് അവളുടെ പേര് പറയാൻ പറ്റത്തില്ല കേട്ടോ, അവൾ ഇരയാണ്. അപ്പോൾ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ക്രൈമാണ്, അതിന് വേറൊരു കേസ് ഉണ്ടാകും. അപ്പം നമ്മൾ വൺസ് ആ കേസ് എടുത്തു കഴിഞ്ഞ ശേഷം അവർ ഇരയാക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. അതായത് ഇപ്പോൾ ഒരാൾ ചോദിച്ചൊരു കമൻറ്റ് എന്തായിരുന്നു, എന്താ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ അവൾ പോവുകയാണെന്ന്. ആണോ? എന്നിട്ടത് തോന്നിയില്ലല്ലോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണ് അവൾ പോകുന്നതെന്ന്. 18 വയസ്സ് എന്ന് പറയുന്നത് ഒരു വിവാഹ പ്രായം പോലും അല്ല. എൻ്റെ കൺസേണിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് മെച്യൂരിറ്റി വരാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ അറ്റ്ലീസ്റ്റ് 25 ഇയേഴ്സ് എങ്കിലും വേണം. ഒരു ബോധവും ഇല്ലാത്തൊരു കുട്ടിയാണ് അത് എന്ന് പറയാതെ പാടില്ല, അതുകൊണ്ട് പറയണതാണ്. ഒന്നാമത് അനാഥയാണ്, അമ്മയില്ല, ആരുമില്ല, സപ്പോർട്ടില്ല, ഒറ്റപ്പെടുത്തപ്പെട്ടു, അനാഥാശ്രമത്തിലേക്ക് തള്ളപ്പെട്ടു. ഇതിനു മുമ്പ് മറ്റൊരു ആശ്രമത്തിലായിരുന്നു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ കുറേ കഥകൾ കേൾക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്കറിയില്ല തനിക്ക് ആദ്യമായി വേണ്ടത് സാമ്പത്തിക സുരക്ഷയാണ്. അതുണ്ടാക്കണമെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? അത് ചെയ്യാതെ കൂടെ പോയി. ഇപ്പം 17 വയസ്സൊക്കെ ആകുമ്പോൾ ഏകദേശം ബോധം വന്നേ, അത്യാവശ്യ ബോധം വന്നേ, തീരെ പൊടിയൊന്നും അല്ലല്ലോ. ഇവിടെ പോയാൽ അവൻ്റെ കൂടെ ഉറങ്ങിയാൽ കൺസീവ് ആകും എന്നുള്ള സാമാന്യ ബോധമില്ല. ആ സമയത്തൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണ് അവൾ ചിന്തിച്ചത്. തനിയെ ഗേറ്റ് തുറന്ന് അവൻ്റെ റൂം വരെ എത്താൻ അവളെ സഹായിച്ചതാരാ? അവളുടെ ഉള്ളിലുള്ള സാത്താനിക വേഷനാണ്. അത് അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആ കുട്ടിയുടെ കാര്യം, കുഞ്ഞിനെയും കൊണ്ട് അവൾ എവിടെയെങ്കിലും സെക്യൂറായി തന്നെ നിൽക്കും. അത്രയ്ക്ക് പെട്ടെന്ന് ലോകാവസാനമൊന്നും അവിടെ വന്നിട്ടില്ല. അവിടെ നടന്നത് ഒരു ഇൻസ്പെക്ഷനാണ്. ആ ഇൻസ്പെക്ഷനോടനുബന്ധിച്ച് അത് അത്രത്തോളം ഫോഴ്സ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ആ ഇൻസ്പെക്ഷൻ അവിടെ നടന്നത്. അതിൽ മെയിനായിട്ട് ആ കുട്ടികൾ പട്ടിണിയാണ് എന്നുള്ള കുട്ടികളുടെ ടീച്ചറുടെ ഒരു ശബ്ദ സന്ദേശം കിട്ടുകയും അതിനെ തുടർന്നുണ്ടായ വീഡിയോയിലാണ് അത് സ്പീഡപ്പ് ആക്കിയത്. അല്ലെങ്കിൽ ഇത് മെല്ലപ്പോക്ക് നയമായിരുന്നു, ആരും അനങ്ങുന്നുണ്ടായിരുന്നില്ല, മെയിൻ സ്ട്രീം മീഡിയകളൊന്നും ഇത് എടുക്കുന്നുണ്ടായിരുന്നില്ല, വളരെ മെല്ലപ്പോക്ക് നയമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷം കിട്ടിയ ഒരു സാധനം, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്ര സ്പീഡി ഒരു തീരുമാനം ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേരുടെ കൈയുണ്ട്, ഒത്തിരി പേര് അതിനകത്ത് എഫർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷം, നല്ല കാര്യം, കുഞ്ഞുങ്ങൾ സേഫായല്ലോ, അതാണ് വേണ്ടത്. മറ്റേ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയാം, വിവാഹം കഴിഞ്ഞു, ഇനി അവനാണ് പൂർണ്ണ റെസ്പോൺസിബിലിറ്റി. വിവാഹത്തിന് മുമ്പ് അവനെയും കൊണ്ട് ഒളിച്ചോടിയപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമുള്ള കാര്യമാണ്, കുട്ടിക്ക് അണ്ടർ ഏജ് ഉള്ള കുട്ടീനെ കൊണ്ട് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അവർ ഒരു ഓർഫനേജ് ഓണർ എന്ന നിലയിൽ റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ് മകനെയും കൊണ്ട് തിരിച്ചു വന്നത്. കുട്ടി പ്രഗ്നൻ്റ് ആണെന്ന് പിന്നീട് അറിഞ്ഞ ശേഷം അവരാകെ പകച്ചു പോയിട്ടുണ്ടാവും. ഇനി ഇതിനകത്ത് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ പ്രഗ്നൻ്റ് ആയ കുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കുക എല്ലാവർക്കും വേറെ നേരില്ല, ഒഴിവാക്കി വിടാൻ പറ്റുന്ന കേസല്ല. അല്ലെങ്കിൽ അതൊക്കെ തേച്ച് മാച്ച് പോകുമായിരുന്നു. ഇനി ആ കുട്ടിയെയും അവളെയും സംരക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം റെസ്പോൺസിബിലിറ്റി കൂടി കഴിഞ്ഞു. ഈ കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടും. അത് പക്ഷേ 3 മാസം കഴിഞ്ഞേ കിട്ടുള്ളൂ. 49-50 ദിവസത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ഇത് ഒരു ക്രൂഷ്യൽ റേപ്പല്ലല്ലോ. ഒരു പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടാകും. ചെറിയ കുട്ടികളെ ബലാത്സംഗം ചെയ്യുക, അവരുടെ സമ്മതമില്ലാതെ ചെയ്യുക, ഇതങ്ങനെയൊന്നുമല്ല. അവളുടെ പെർമിഷനോട് കൂടി ചെയ്തതാണ്. അതിലും അവളെ റൂമിലേക്ക് അവൻ പോയിട്ടില്ല, ഇവൾ അങ്ങടെ പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് വാദഗതിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏജ് എന്ന് പറയുമ്പോൾ അവനും അത്ര ഏജൊക്കെ ഉള്ളൂ ഏകദേശം. അപ്പം അത് ഒന്ന് കാണിക്കുമ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ ജാമ്യം കിട്ടും, പുറത്തിറങ്ങും, അവരൊന്നിച്ച് തന്നെ നിൽക്കും. ഇപ്പം ഇതിനിപ്പോൾ സമാനമായ ഒരു കേസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് മരുമോനെ പിടിച്ചുകൊണ്ട് പോയി ഇടി എത്ര ഇടിച്ചിട്ട് അവസാനം വീട്ടിൽ വന്നപ്പോൾ മകൾ പ്രഗ്നൻ്റാണ്. കേസും കൊടുത്തു പോയി, തിരിച്ചെടുക്കാനും പറ്റാത്തൊരവസ്ഥയിൽ വല്ലാണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. മക്കൾ ചാടി പോകുന്നതിന് അമ്മയും അച്ഛനും എന്ത് ചെയ്യാനാ? എനിവേ
ഈ വിഷയത്തിൽ അവളെ കൈയിരിപ്പ് കൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. പിന്നെ സമ്പാദ്യം കൂടുതലുണ്ടെന്നും സൗഭാഗ്യത്തിൽ ജീവിക്കാമെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കില്ല ആ പെൺകുട്ടി ആ വേലത്തരം കാണിച്ചിട്ടുണ്ടാവുക. നല്ല രീതിയിൽ അവരത് കൺസേൺ ചെയ്തിരുന്നു, അവരത് അക്സെപ്റ്റ് ചെയ്തിരുന്നു, അവർ വിവാഹം കഴിച്ചു. ഇനി അതിൻ്റെ പുറത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഉത്തരവാദിത്വമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, വിഷ്ണു എന്ന പയ്യൻ അവിടെ ഇല്ല, അവൻ നോട്ട് എക്സിസ്റ്റ്. ഒരു പക്ഷേ വിവാഹത്തിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ പറ്റി മരണപ്പെട്ട പെൺകുട്ടി ജീവിക്കണ്ടേ? അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു വിവാഹത്തിലേക്ക് ഒരു കുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവനോ അവൻ്റെ വീട്ടുകാരോ തള്ളിപ്പറയുകയോ അവരില്ലാതെ വരികയോ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മകൾ എങ്ങനെ ജീവിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവണം. അവൻ്റെ പേരൻസ് അത് ചിന്തിച്ചില്ല. പേരൻസ് ചിന്തിക്കാത്തടത്ത് അതിൻ്റെ ഓണർ അത് ചിന്തിക്കണം. കാരണം ആ ഓർഫനേജിൻ്റെ അധികാരി പേരൻ്റ് ആണ്, ഹാഫ് പേരൻറ്റ്. അതായത് നമ്മൾ ബർത്ത് ചെയ്യുന്നില്ല എന്നതൊഴിച്ചാൽ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അവരുടെ പേരൻറ്റ്. അത് ചെയ്തോ ഇല്ല, അവരുടെ കരങ്ങളിൽ തന്നെയാണ് അവൾ പോയിട്ടുള്ളത്. പിന്നെ ഇതോടെ ലോകം അവസാനിക്കില്ല. ഗിരിജ ജയിലിനകത്തേക്കൊന്നും പോവില്ല, കണ്ടുകിട്ടും, സ്വത്തുക്കൾ കണ്ടുകിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ഒരു 2 പറഞ്ഞ കൊലപാതകത്തിൽ ചിലപ്പോൾ അവർക്കൊരു പണിഷ്മെൻറ്റ് കിട്ടും. അതും ലോങ് ടൈം പ്രോസസ്സാണ്, ഒരു ഈസി കോഡൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇതിങ്ങനെ നടക്കും. അവർ സിവിൽ കോടതിയോ അല്ലെങ്കിൽ ക്രിമിനൽ കോടതിയോ എല്ലാം തന്നെ. ഇപ്പോൾ എത്രയോ മരണങ്ങൾ, എത്രയോ കൊലപാതകങ്ങൾ നിങ്ങൾ കണ്ടു, ഇതൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വിധി വരുന്നത്. സോ ഇതൊക്കെ ഇവിടെ നടക്കുന്ന ഒരു സംഗതികളാണ്. വളരെ അവരതൊക്കെ വിട്ടുകൊടുക്കാൻ നേരം. ഇപ്പോൾ പത്തനംതിട്ട ന്യൂസ്, അതായത് മനോരമ ന്യൂസ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നു, വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവരാണിത് വേണ്ട എന്ന് പറഞ്ഞു. അല്ലാണ്ട് അവർക്ക് ചൈൽഡ് ലൈൻ കൊടുത്തെന്നല്ലല്ലോ പറയണം. അങ്ങനെയെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടെന്ന് അവരങ്ങ് വെച്ചാൽ തീരത്തില്ലേ? അവർ സമ്പാദിച്ച സ്വത്തുവകകൾക്ക് കൃത്യമായ രേഖയില്ല, ട്രസ്റ്റ് മുഖാന്തരം വന്നതാണ് എങ്കിൽ അത് കണ്ടുകെട്ടാൻ വകുപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വേതനമായിട്ട് അത് കണക്കിലാക്കി അവർക്ക് എടുക്കാൻ പറ്റും. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും വർഷം അവരതിനകത്ത് തൊഴിൽ ചെയ്തിട്ടുണ്ട്, അതിനവർ വേതനത്തിൽ എന്ന ലെവലിലായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക. രേഖകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരിക്ക് അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി തട്ടിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സോ എവറിത്തിങ് അവർ ആ പ്രോപ്പർ ചാനലിൽ കൂടെ തന്നെ പോയിട്ടുണ്ടാകും. ഇത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ഇനി മേലിൽ അവർ ഇതുപോലെ ആളുകളുടെ പണം തട്ടിക്കാതിരിക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യമേ നമുക്ക് സക്സസ് ആവുള്ളൂ. ബാക്കി അവരെ പിടിച്ച് മുട്ടയിടാനും നമ്മളെ കൊണ്ടൊക്കത്തില്ല. അതൊരു വലിയ ഫാക്റ്റാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതെന്താ ലൈറ്റായിട്ട് പറയണമെന്ന് പറയണ്ട. എൻ്റെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതിനകത്ത് ഇടപെട്ടിട്ട് കുട്ടികൾക്ക് നേരെ നടന്ന അട്രോസിറ്റിക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. കുഞ്ഞുങ്ങളെ പണിഷ് ചെയ്യാൻ അധ്യാപകർക്കോ ആർക്കും ഇതില്ല, ഒരു അധികാരവും ഇല്ല. നിങ്ങൾ പണിഷ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. 3 വയസ്സിനിപ്പുറം ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അവർ. അതായത് നമ്മുടെ രാജ്യത്തെ പൗരൻ, രാജ്യത്തെ അസറ്റാണ് കുട്ടികൾ, അടുത്ത ജനറേഷനാണ്. അവരെ ഉപദ്രവിക്കാൻ ആർക്കും അനുവാദമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പോലും 2 അടി വെട്ടിച്ചാലും ഈ ടീച്ചറുടെ ജോലിയും പോകും, പോക്സോ ക്രിമിനലായിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത്രത്തോളം സിവിയറാണ് ആ നിയമം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ നിയമത്തിനെ ബാധിക്കുന്ന രീതിയിൽ, അത്രയും മോശപ്പെട്ട രീതിയിൽ ആ കുട്ടികളെ ആക്രമിക്കുന്ന ഒരു രീതി ഇയാൾ കൺസേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അതും മുളക് കലക്കി ആ കൊച്ചിൻ്റെ മർമ്മത്തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അവളെയും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പോയി നോക്കിയത് അതുകൊണ്ടാണ്. നാട്ടുകാരുണ്ടോ ഇല്ലയോ ചുറ്റുവട്ടത്തുള്ള, അവിടെയൊന്നും ആരും ഇല്ലെന്നേ, ഒരു മനുഷ്യർ അയൽവക്കക്കാർ പോലും ഇല്ല. ഈ ഫോണൊക്കെ വിളിച്ചവരൊക്കെ എവിടെ കിടക്കണമെന്ന് പോലും എനിക്കറിയാൻ വയ്യ, അത്രയും ദൂരെയാണ് ആൾക്കാരുള്ളത്. അതൊരു പട്ടിക്കാടാണ്. അത്രയും വലിയൊരു കാട്ടിനകത്തേക്ക് ഒരു വലിയ പോർഷൻ നടന്ന് പോയി അങ്ങ് ഗുദാമിലാണ് ഇവർ കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു രഹസ്യം ഇത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെന്ന് പോലും ഒരു നരേഷൻ പോലും ഇല്ല, അമ്മാതിരി ഒരു സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവർക്കത് ഒരു പീഡന ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയുള്ളിടത്ത് അവരുടെ മാനസിക വൈകല്യവും അവരുടെ അവിഹിതം നടത്താനുമുള്ളൊരു പ്രോപ്പർ ഏരിയ, അതിനപ്പുറം അതിനകത്ത് വലിയ മൂല്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ അവർ ഇതിനേക്കാൾ വലിയ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരുമായിരിക്കാം. ആളുകൾ ഇത് മറക്കും. നിങ്ങൾ തന്നെ, ഞാൻ ഉദാഹരണങ്ങൾ കുറേ വേണമെങ്കിൽ പറയാം. ഇവിടെ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീ ഇപ്പോൾ കിടന്ന് തുള്ളുന്നുണ്ടോ? 47 കേസിലെ പ്രതിയാണ്. തുള്ളക്കം കണ്ട അവൾ ഈ രാജ്യത്ത് വെച്ച് ഏറ്റവും നല്ല വ്യക്തിയാണെന്ന് പറയും. തെറിവിളിയും കൂത്തും ബഹളവുമാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? തട്ടിപ്പുകാരിയാണ്. 9.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ്. ഭയങ്കര അഭിമാനത്തോടു കൂടി അതെല്ലാം ഞാൻ കളഞ്ഞു, അതെല്ലാം തീർന്നു എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണിത്. ഈ നാട്ടിൽ ഇതും ഇതിൻ്റെ അപ്പുറവും നടക്കും. കൊലപാതകം ഗോവിന്ദച്ചാമി വന്നാൽ പോലും നമ്മൾ മാലയിട്ട് സ്വീകരിക്കും. സവാദ് ഗിരിഗിരിയെ മാലയിട്ട് സ്വീകരിച്ച നാടല്ലേ? കറപ്റ്റഡാണ് ഇന്ത്യ, എസ്പെഷ്യലി കേരളം. അത് ഒന്നും ചെയ്യാനാകും, നിസ്സഹായരായി നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ ഇച്ഛായന്മാർ പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിക്കയറി വേറെ രാജ്യത്തേക്ക് പോകുന്നത്. ദുബായിലൊക്കെ ഞങ്ങളൊക്കെ എങ്ങനെയാണ് പറയാമെന്നറിയത്തില്ല, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. സ്പോട്ടിൽ ഞങ്ങൾ ബിസിനസ് ഓപ്പൺ ചെയ്യും. ബിക്കോസ് ഫ്രോഡുവലൻ്റ് കുറവാണ്. ചെയ്താൽ കർശന നടപടി, പൈസ തിരിച്ച് കിട്ടും, തിരിച്ച് തന്നിരിക്കും.
ഒരു എമൗണ്ട് ബാങ്കിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ബാങ്കാണ് അതിൻ്റെ ഉത്തരവാദി. നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയോ ഒന്നും വേണ്ട. ബാങ്ക് നമുക്ക് ക്യാഷ് തരും, തരിക്കും. നമ്മളെ നോക്കി ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ 4 നിമിഷത്തേക്ക് കൂടുതൽ നമ്മളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് നാട്ടിലേക്ക് കടത്തി വിടാം. വിദേശിയാണെങ്കിൽ നാട്ടിലേക്ക് കടത്തിവിടും, സ്വദേശിയാണെങ്കിൽ അടിയും പറ്റിക്കും, അവർ ജയിലിൽ വിടും. അതാണ് നിയമം. ആ ശക്തമായ നിയമം നമുക്കില്ലാത്തതാണ് നമ്മളുടെ കുഴപ്പം. അത് ഞാനൊരു കളിയാക്കി പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് വിചാരിക്കേണ്ട, വേദനയോടുകൂടി ഒരു സത്യം പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരുന്ന തെണ്ടിത്തരത്തിനെ ചോദ്യം ചെയ്തവരെയെല്ലാം ഇവർ പീഡക ലിസ്റ്റിൽപ്പെടുത്തി അവരെയൊക്കെ പീഡനത്തിൽ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് വരുത്തി തീർത്ത് അവർക്കൊക്കെ കേസ് കൊടുക്കേണ്ടവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള പരാതി വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്ന ചെയർപേഴ്സണും അതിനകത്തുള്ള ആൾക്കാർ, എൻ്റെ മെയിൻ കൊണാണ്ടേഴ്സൊക്കെ തന്നെ അവർക്കൊപ്പം ഫോട്ടോ എടുത്ത് പിന്നെ കൗൺസിലറൊക്കെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇടുമ്പോൾ അവരുടെ ഹോൾഡ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുക. ഈ മെയിൻ ഒരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ സ്ഥാപനം നടത്തുന്നവരൊക്കെ കുറച്ച് അത്യാവശ്യം സമൂഹത്തിൽ, സൊസൈറ്റിയിൽ, അതായത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ എടുത്തവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ, ഫസ്റ്റ് ഉടായ്പ അവരാണ്. കാരണം അവർക്ക് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്, ഞാൻ ഇന്ന ആളുമായിട്ട് എനിക്ക് ലിങ്കുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് കളിച്ചാൽ അന്ന ആളെ വെച്ച് നിങ്ങളെ ഞാൻ ശരിയാക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായും അവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ഉത്തരവാദി അല്ല അവർ. എല്ലാവരും ഇപ്പം ചിറ്റയം ഗോപകുമാറാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പേര് കേൾക്കുന്ന ഒരാൾ. ചിറ്റയം ഗോപകുമാർ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോയെന്ന് വെച്ചാൽ നമുക്കതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. അതിൽ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്, ചിറ്റയം ഗോപകുമാറിൻ്റെ വണ്ടി രാത്രി കാലങ്ങളിൽ അവിടെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഒരു ഫിഷി തിങ് തന്നെയാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. മാത്രവുമല്ല പുള്ളി താലി എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അത്രത്തോളം ആ കുടുംബത്തിന് വേണ്ടപ്പെട്ടവനാണ് ചിറ്റയം ഗോപകുമാർ. അയാൾക്കറിയാതെ ഈ പറയുന്ന രീതിയിൽ അവിടെ ഒളിച്ചു കടത്തലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല എന്നാണെങ്കിലോ നമുക്കൊരാൾക്കെതിരെ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. കണ്ടു, പുള്ളിയെ എല്ലാവരും പ്രതിസ്ഥാനത്താക്കുന്നുണ്ട്, സത്യം എന്താണെന്ന് പുള്ളിക്കല്ലേ അറിയൂ, പുള്ളി പറയണം. പക്ഷേ എവിഡൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ പുള്ളി അവിടെ പോയിട്ടുണ്ട്. രാത്രി കാലങ്ങളിലും ഈ കാർ അവിടെ പോയിട്ടുണ്ട്. പുള്ളിയുടെ ഒഫീഷ്യൽ വാഹനത്തിൽ പുള്ളി അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യൽ വാഹനത്തിൽ പോയി പുള്ളി അങ്ങനെ ഒരു കുനഷ്ടൊപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ഇതുപോലെ ഇരിക്കും. മാത്രവുമല്ല പുള്ളി അവിടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് അദ്ദേഹം SC/ST ഉള്ള ഒരാളാണ്. ഇവിടെ കൂടുതലുള്ള കുട്ടികളും ആ വിഭാഗത്തിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കൂടുതൽ വിവരങ്ങൾ എനിക്ക് അനിവാര്യമല്ല, മീൻസ് എനിക്ക് ലഭ്യമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പറയാനുള്ളതിലേ പറയാൻ പറ്റും, ഒരുപാടൊന്നും പറഞ്ഞു തരാൻ ഒക്കത്തില്ല, ചില ലിമിറ്റേഷൻസ് എനിക്കുമുണ്ട്. സോ ഇപ്പോൾ ഈ പേര് പറഞ്ഞുകൂടല്ലോ, നമ്മുടെ എരക്കൊച്ചിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തിനിറങ്ങുമ്പോഴും ഒരു പെയിൻ ഉണ്ടാകും. നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. ഈ കക്ഷത്തിരിക്കുന്ന പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കണമെന്ന് വെച്ചാൽ രണ്ടും കൂടെ നടക്കത്തില്ല. നിങ്ങൾക്ക് ഏത് വേണം? കക്ഷത്തിരിക്കുന്ന അവിടെ ഇരിക്കട്ടെങ്കിൽ പിന്നെ മിണ്ടരുതായിരുന്നു. ഉത്തരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ കക്ഷത്തിരിക്കുന്നതിനെ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അത്യാവശ്യം തോളിലെങ്കിലും എടുത്ത് വെക്കണം, വേണ്ടേ? അതേ ഉള്ളൂ. ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ് അവരവരുടെ ലൈഫ്. അതിന് മറ്റൊരാൾക്ക് ഉത്തരവാദിത്വം കൊടുക്കാൻ ഒക്കത്തില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വരുന്ന എൻ്റെ മരുമകളെ എനിക്ക് ഉത്തരവാദിത്തോടു കൂടി ഞാൻ റെസ്പോൺസിബിളാണ്. അതിനപ്പുറം പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ എന്ന് പറയാനൊക്കത്തില്ല. എൻ്റെ തൊഴിൽ വാർത്താ മീഡിയമാണ്, അതും ഞാനൊരു മാധ്യമപ്രവർത്തകയാണ്. എൻ്റെ തൊഴിലാണിത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുക, എൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് പാസ് ചെയ്യുക. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതിനപ്പുറം വേറെ ഗെയിനൊന്നും എനിക്കില്ല. അതിന് ഞാൻ ഒരുപാട് പെയിനും അനുഭവിക്കുന്നുണ്ട്. അപ്പം നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ ആപ്റ്റല്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ച് വരുന്നുണ്ട്. അതിനൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ആ കൊച്ചിനെ അത്രയും സ്നേഹത്തോടെ നോക്കുന്നവർ വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പവുമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. ഞാൻ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഹാഷായോ റൂഡായോ ഒക്കെ തോന്നാം. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ അടുക്കള കുന്നിമാരെ എനിക്കിഷ്ടമില്ല. അവരവർക്കുള്ളൊരു ക്വാളിറ്റി മനസ്സിലാക്കാതെ ഒരു സ്ത്രീയെ അവരുടെ വ്യക്തിത്വത്തിനെ നശിപ്പിക്കുന്ന രീതി പ്രവർത്തിക്കുന്ന ഓരോ പെണ്ണിനെയും എനിക്ക് വെറുപ്പാണ്. അപ്പോൾ ആ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന ഇരയോട് എനിക്ക് ഒരല്പം പോലും സഹതാപമില്ല. അവളുടെ വ്യക്തിത്വമാണ് അവൾ നഷ്ടപ്പെടുത്തിയത്. അവളുടെ ലൈഫാണ് നഷ്ടപ്പെടുത്തിയത്. ഇനി ഒരു പാത നമുക്ക് നടക്കാൻ, സഞ്ചരിക്കാൻ. നമ്മൾ ആരുടെയെങ്കിലും അണ്ടറിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താധാരയുള്ള ഒരു കുലസ്ത്രീ എനിക്കിഷ്ടമില്ല. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മളുടെ രാജാവ് നമ്മൾ തന്നെയാണ്. മറ്റൊരാൾക്ക് നമ്മൾ തല പണയം വെച്ചിട്ട് അവൻ കുത്തിയേ അവൻ വെട്ടിയേ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഐ ആം എ ഫ്രീ ബേർഡ്.
ഇൻഡിപെൻഡൻസിന് ഒരുപാട് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു സ്വതന്ത്ര വ്യക്തിയായിരിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള കൊനാഫിക്കേഷൻ കാണിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താൻ എനിക്ക് താല്പര്യമില്ല. ആ കുട്ടിയെ ഞാൻ സംരക്ഷിക്കണം അല്ലെങ്കിൽ ഞാൻ നോക്കണമെന്ന് പറയണം നിങ്ങളുടെ ബോധ നിലവാരം എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ കുഞ്ഞാവയാ, ഒരു കുട്ടിയുടെ അമ്മയായി. ആരുടെ കുറ്റം കൊണ്ട്? ഒരു കുട്ടിയുടെ അമ്മയായ അവൾ ആ കുഞ്ഞി എന്ന് പറയാനുള്ള അർഹത നഷ്ടപ്പെടുത്തിയതാണ്. അങ്ങനെയല്ല, നമ്മൾ സ്വയം പര്യാപ്തരാകുക. നമുക്ക് ജീവിക്കാനും നമുക്ക് വരും തലമുറയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനും നമുക്ക് ചുറ്റുമുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കണം. എത്രയോ ജീവിതങ്ങൾ നമുക്കിവിടെ ഉദാഹരണങ്ങളുണ്ട്. എത്രയോ പേര് ഭർത്താവ് മരിച്ചവരും ഭർത്താവ് നഷ്ടപ്പെട്ടവരൊക്കെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ നിങ്ങൾക്കറിയില്ലേ എന്തുകൊണ്ട് അവർക്ക് ആ സ്റ്റേജ് വരുന്നെന്ന്? പിന്നെ കൈകാലിട്ടടിക്കാതെ നേരത്തെ പ്രിക്കോഷൻ എടുക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങൾക്കത് ചെയ്യാൻ പാടില്ലേ? ആ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവൻ കുത്തി അവൻ വെട്ടി എന്ന് പറയുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ റൂഡായിരിക്കും ഈ ഒരു വിഷയത്തിൽ. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത, അവരുടെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു വ്യക്തിയോടും ഒരു സഹാനുഭൂതിയുമില്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അവർ തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അവളുടെ അച്ഛനമ്മമാർ നിർബന്ധിച്ച് അവളെ ആ വയസ്സ് കെട്ടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് അത് പറയാം, അച്ഛനും അമ്മയ്ക്ക് ഇട്ടും കൊടുക്കാം. ഇതങ്ങനെയല്ലല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞാണ് താൻ എന്നുള്ള ബോധ്യം അവൾക്ക് വേണ്ടേ? എനിക്ക് ഞാനേ ഉണ്ടാവുള്ളൂ, ഞാൻ പഠിക്കണം, ഞാൻ ജോലി എടുക്കണം എന്നൊരു ബോധം ആ കുട്ടിക്ക് ഉണ്ടായില്ല. പകരം ഒരുത്തൻ്റെ ഭാര്യയായിട്ട് പോയി കഴിഞ്ഞാൽ സെക്യൂർ ആണെന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ അവൾ നശിപ്പിച്ചില്ലേ സർവത്രവും. ആര് എന്ത് ഇത് തന്നാലും നമുക്കെന്നൊരു ബോധം വേണം, നമ്മൾ എന്താണോ. അതും കൺസീവ് ആകുന്ന ലെവലിലേക്ക് അത്രയും ഡെപ്തിൽ അവർ അത്രയും ദിവസം കൂടെ പോയിട്ടല്ലേ ഈ പരിപാടി ഒത്തത്. അങ്ങനെയല്ലേ? അല്ലാതെ സ്പൂണിൽ കോരി ഒഴിച്ചുണ്ടായതൊന്നും അല്ലല്ലോ. അപ്പം അതിൻ്റേതായ തക്കതായ ശിക്ഷ അവൾ അനുഭവിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം, അങ്ങനെ ഒരുപാട് പേരുണ്ട് ലോകത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്നത്. എനിക്കുണ്ട് ഡിപ്രഷൻ. എന്നെയും കൂടെ ആരെങ്കിലും ദത്തെടുങ്ങി ഞാൻ പറയുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് അടങ്ങുക. ഇതും പറഞ്ഞ് എൻ്റെ കുറ്റമാണെന്ന് പറഞ്ഞു തീർക്കാൻ കൊണ്ടുവരുന്നവരടുത്തൊന്നും ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ധാരാളം പറയാം. അതിനുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. ഈ വിഷയത്തിൽ ആ സ്ത്രീ മുഴുക്ക ക്രൂവലാണ്. ക്രൂവൽറ്റി അവരുടെ കണ്ണുകളിലുണ്ട്, അവരുടെ ഫേസിൽ അത് എഴുതി വെച്ചിട്ടുണ്ടൊരു വിടക്ക് സാധനമാണ്. അത് മാത്രമല്ല, കുട്ടികളെ അടിക്കുന്നത്, ഒറ്റക്കാലി നിർത്തുക, കുട്ടികളുടെ കാലടിച്ചു പൊട്ടിക്കുക, കുട്ടികൾക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്തൊക്കെ ക്രൂവൽറ്റി ആ സ്ത്രീ ചെയ്തതെന്നറിയാം. ഞാൻ ഇതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. അത്രത്തോളം ഹ്യൂമാനിറ്റി ഇല്ലാത്തവർക്ക് കേൾക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കഴിഞ്ഞ് ഈ ഒരു ഇൻസ്പെക്ഷൻ നടന്ന കുട്ടികൾ സേഫ് കസ്റ്റഡിയിലേക്ക് പോകുന്നിടം വരെ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വസ്ഥത തന്നെയാണ് പ്രിയോറിറ്റി. അതിനുവേണ്ടി എത്രത്തോളം എഫർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഇനി അവിടുത്തെ വയോധികരെ എങ്ങനെ ഞാൻ ചെയ്യുമോ എന്നൊക്കെ ഒരാളുടെ കമൻ്റ് ഉണ്ടായിരുന്നു. ആഹാ, പിന്നെന്താ, ഞാൻ തയ്യാറാണ്. ആ ഫുൾ സെറ്റപ്പിൽ ഞാൻ പോകാൻ തയ്യാറാണ്. എനിക്ക് പെട്ടെന്നൊരു വീടെടുക്കാനോ ഇതെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകാനോ എന്നുള്ള ഇതില്ല. എനിക്ക് അതിനുള്ള പരിചയമൊന്നുമില്ല. പക്ഷേ അവിടെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് പേയ്മെൻറ്റും തരണ്ട, ഐ എം റെഡി. നിങ്ങളതിനുള്ള ഏർപ്പാടാക്കി തരൂ. നിങ്ങളെ കൊണ്ടത് പറ്റുമോ? ഇല്ലല്ലോ. വായ്ത്താളം അടിക്കാനും കമൻ്റ് ഇടാനും ഒക്കെ എല്ലാവരും കൊണ്ട് പറ്റും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഞാൻ തയ്യാറാണെന്നേ, എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. അവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. A-to-Z മരുന്ന് ഉൾപ്പെടെ കൃത്യമായിട്ട് കൊടുത്തോളാം. ഈവൻ ഞാനൊരു പേഷ്യൻ്റ് ആണെങ്കിൽ പോലും ഞാൻ അവരെ പൊന്നുപോലെ നോക്കിക്കോളാം. നിങ്ങൾ അതിനുള്ള ഏർപ്പാടാക്കി തരും, ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമോ? ഞാൻ തയ്യാറാണെന്ന്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ ഒരു വ്യക്തിയെ താറടിക്കാനായിട്ട് വന്ന് ചാടരുത്. ഒരു വ്യക്തികളുടെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇത് അനിവാര്യമായ ചില കാര്യങ്ങളാണ്. ഒരു പറ്റം നേതാക്കന്മാരെ കൈക്കുള്ളിൽ വെച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു വൃത്തികേടിനെയാണ് പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. പലരുടെ അവകാശവാദങ്ങളുണ്ട്. എനിക്ക് ഇതിനകത്തൊരു അവകാശവാദവും വേണ്ട. ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിതൊന്നും കേൾക്കാനും താല്പര്യമില്ല. ഞാൻ എന്തുദ്ദേശിച്ചോ അത് ഞാൻ സക്സസ് ആയിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിനും, എല്ലാവരും ക്ഷമയോടെ കേട്ടതിനും. നിങ്ങൾ കേട്ടു എന്നത് മാത്രമല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത ഒരു വലിയ കാര്യം ഇത് ഷെയർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. മാസ് ഷെയറിങ് പോയി. അതുകൊണ്ടാണ് ഇത് ആളുകളിലേക്ക് എത്തിയത്. ഏറ്റവും ഞാനാണെങ്കിൽ മറ്റൊരു മീഡിയയിലും കൊണ്ടിട്ടിട്ടില്ല. ഓൺലി യൂട്യൂബ്. ഫേസ്ബുക്കിൽ പോലും ഞാൻ ഇട്ടില്ല. ഫേസ്ബുക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഷെയറിങ് ആവുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. 1-2 വീഡിയോ ഒഴികെ ബാക്കിയൊക്കെ ഞാൻ യൂട്യൂബിലേ ഇട്ടുള്ളൂ, ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. എന്നിട്ടും അത് മാക്സിമം എടുത്ത് കൊണ്ടുപോയി ഷെയർ ചെയ്തു, കട്ട് പേസ്റ്റ് ചെയ്ത് പലരും ഷെയർ ചെയ്തു. ആദ്യം ഒന്ന് പകച്ചിരുന്ന യൂട്യൂബേഴ്സ് പിന്നെ എടുത്തുകൊണ്ട് പോയി. സോ അത് എല്ലാവരുടെയും കയ്യൊപ്പാണ് അതിനകത്ത്. ഒരാൾ മാത്രം അതിനകത്ത് അവകാശവാദം എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സോ ദാറ്റ്സ് മൈ പോയിന്റ്. ഇനി ഇതിനകത്ത് ആ കുട്ടിയുടെ ഏരയുടെ വിഷയങ്ങളും കൊണ്ടുവന്ന് പറഞ്ഞാൽ സർക്കാർ തലങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ആയവർക്ക് റെസ്ക്യൂ ഹോം ഉണ്ടാകും. ആ കുട്ടിയെ റെസ്ക്യൂ ഹോമിലേക്ക് ഷിഫ്റ്റ് ആക്കും. അവളും കുഞ്ഞും റെസ്ക്യൂ ഹോമിൽ സേഫ് ആയിരിക്കും. അവിടെ കിടക്കട്ടെന്നേ, അവൾക്ക് മനസ്സിലാവട്ടെന്നേ റെസ്ക്യൂ ഹോമിലേക്ക് പോയാലുള്ള അവസ്ഥ എന്നെന്ന് അവൾ മനസ്സിലാക്കണം. അവൾക്ക് തിരിച്ചറിവുണ്ടാവണം. അവൾക്കെങ്കിലും തിരിച്ചറിവുണ്ടാവട്ടെ. അവിടെ കിടന്ന് വയലൻ്റ് ആകുന്ന അവരുടെ മരുമോൻ
അവന് ബോധമില്ലേ? അമ്മായിയമ്മയും മരുമോനെയും വെച്ച് മഹാമോശമാണ് നാട്ടുകാർ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു കുഗ്രാമത്തിൽ കിടന്ന് ഷോ കാണിച്ചിട്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. നമ്മൾക്ക് എന്ത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോയി നിൽക്കാതിരുന്നാൽ പോരെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതിരോധം ആദ്യം. അപ്പോൾ പിന്നെ ഈ അസുഖങ്ങൾ വന്ന് അത് ചികിത്സിച്ച് നന്നാക്കാൻ നിൽക്കേണ്ട. നമുക്ക് അസുഖം വരാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. A to Z എവരിവൺ അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ 7 കുട്ടികളുടെ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവർ സേഫ് കസ്റ്റഡിയിലാണ്, കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പോകും. അവർ ഇവിടെ തിരുവല്ല അടുത്തുള്ള ഒരു ഇടത്തേക്കാണ് വന്ന് അവരുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണം. കുട്ടികൾ വളരെ ഹാപ്പിയാണ്, വളരെ കംഫർട്ടാണ്. അവരുടെ സൗഹൃദങ്ങൾ പിരിഞ്ഞു പോകാതെ സൗഹൃദം കൺസേൺ ചെയ്തിട്ട് തന്നെയാണ് അവരെ ഓരോരുത്തരത്തേക്ക് ഇട്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ എല്ലാവരും കൊണ്ട് പറ്റത്തില്ലല്ലോ. ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടി അവരെ നോക്കുന്ന ആ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻസിൽ എഴുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. ഇതെൻ്റെ സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വൃത്തികെട്ടവർമാർക്ക് കൊടുക്കാതിരിക്കുക. ഒന്നുകൂടെ പറയാം, ഈ 7 കുട്ടികൾ വന്ന അതേ ട്രസ്റ്റിൽ താമസിച്ചിരുന്ന മറ്റൊരു കുട്ടി, പൂർവ്വ വിദ്യാർത്ഥിനി എന്ന് പറയാം, അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടെന്ന് ആ കുട്ടിയാണ് പറഞ്ഞിട്ട് ഞാൻ കംഫർട്ടായത്. കാരണം അവിടെ താമസിക്കുന്നവരെക്കാൾ ഉപരി അവിടെ നിന്ന് പുറത്തു പോയവർ അതിനെപ്പറ്റി ഒരു മാർക്ക് തരണം. അവിടുന്ന് പുറത്തു പോയവരിൽ ഒരാളാണ് പറഞ്ഞത് പെർഫെക്റ്റാണ്, ഞാൻ വളരെ എൻ്റെ വീട് പോലെ കണക്കാക്കിയ ഒരു സ്ഥാപനമാണ്, വളരെ ഹാപ്പിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇടത്തും ഇതാണ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ ചെയ്തവരും കുറേ കള്ളം പറയുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു കേസിൽ, എൻ്റെ ഒരു ചാനലിലോ എൻ്റെ വീഡിയോസിലോ ഒക്കെ ഞാൻ പാലിക്കുന്ന ഒരു കാര്യമുണ്ട്. കളവ് എന്നെ കൊണ്ട് ഒക്കത്തില്ല. കാരണം ഞാൻ പിന്നെ പറയുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് കളവ് എൻ്റെ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അഥവാ ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റഡ്ലി അത് കൊണ്ടുവന്നിട്ടിട്ട് അത് മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എന്നെ തിരുത്താറാണ് പതിവ്. എനിക്ക് അതിനകത്തൊരു ക്ഷേമവുമില്ല. എൻ്റെ കയ്യിൽ നിന്നൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുക തന്നെ ചെയ്യും. ഇപ്പോൾ ഞാൻ ഇന്നിട്ട വീഡിയോ പിന്നെ അജിത എന്ന് പറയുന്ന അവരുടെ ബന്ധു എനിക്ക് ആദ്യം അയച്ചു തന്ന വീഡിയോ ആണ്. പിന്നെ അജിതയും കുറേ പേരെടുത്ത് ചെയറിലോട്ട് ഇടുന്നുണ്ട്. അയ്യോ ദയവ് ചെയ്ത് ശല്യം ചെയ്യല്ലേ. ആ കുട്ടി വന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു വിഷയം അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഗിരിജയ്ക്ക് സപ്പോർട്ട് പറഞ്ഞ് വീഡിയോ ചെയ്ത ആളാണ്. ഓർഫനേജ് നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് അറിയാം എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതിലേക്ക് കൊണ്ടെത്തിയ മനുഷ്യരെ ഏറി കയറ്റാതിരിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും അവർക്കൊന്നുമില്ല. അവർ ചെയ്യേണ്ട കാര്യം, അവർ പബ്ലിക്കിൽ പറയേണ്ട കാര്യം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, 24th ജൂണിലെങ്ങാണ്ടാണ് അവരെനിക്ക് ഈ മെസ്സേജ് ഇട്ട് തന്നത്. ഞാനത് ഇപ്പോഴെടുത്ത് പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, പലയിടങ്ങളിലും ഈ കുട്ടികളുടെ കാരണമാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയെന്നൊരു ധാരണയുണ്ട്. ആ ധാരണയൊന്നും വേണ്ട. ഇതിൻ്റെ കാരണം മുഴുക്ക കാരണം അജിത തന്നെയാണ്. കാരണം അജിതയാണ് ആ പിന്നെ ചെങ്കുടിക്കാരന് തലയിലുള്ള വട്ടക്കെട്ടുള്ളവനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്ന് തന്നത്. അവരൊരിക്കലും ഈ ഇതിനെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല. ആദ്യം എന്നോട് കോംപ്രമൈസാണ് പറഞ്ഞത്. കോംപ്രമൈസിന് ശേഷമാണ്, ഞാൻ ശ്രമിച്ചതിന് ശേഷമാണ്, ഇവരുടെ ധാർഷ്ട്യം കണ്ടപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിയതും കൂടുതൽ ഞാൻ അന്വേഷിച്ചതും. ഞാൻ അവിടുന്ന് പുറത്തേക്ക് വന്ന് അവർ കേസ് കൊടുത്ത മറ്റൊരു വ്യക്തി ഞാൻ പോയി കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഈച്ച് ആൻഡ് എവറി വൺ എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വളരെ ഇതാക്കി അവർക്കും പ്രോബ്ലം ആകാതെ മറ്റാർക്കും പ്രോബ്ലം ആകാതെ പബ്ലിക്കിൽ തരികയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെയാണ്. പിന്നെ ഇതിനെ തുടർന്നുള്ള കുറച്ച് അലിഗേഷൻസ്, അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. നന്ദി.